Hello students, welcome to Cine's classes. ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ലെക്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഷോർട്ട് വീഡിയോ. ജസ്റ്റ് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് മാത്രമേ ഈ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. ഇനി സബ്സിക്വൻറ്റ് വീഡിയോസിൽ ന്യൂമറിക്കൽസ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാം, ഏത് എക്സാമോ ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ബികോമിൻ്റെ എക്സാം, ഒരു പേപ്പർ നിങ്ങൾ പാസ്സാവണമെങ്കിൽ 35% മാർക്ക് വേണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്, ആണല്ലോ. അതുപോലെ തന്നെ സ്കൂൾ എക്സാം ആണെങ്കിൽ 40% മാർക്ക് വാങ്ങി ജയിക്കുന്ന എക്സാംസ് ഉണ്ടാവും, 50% മാർക്സ് വാങ്ങി ജയിക്കുന്ന എക്സാംസ് ഉണ്ടാക്കാം, 33% മാർക്ക് വാങ്ങി ജയിക്കുന്ന എക്സാംസ് ഉണ്ടാകാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടി നെക്സ്റ്റ് സെഷനിലേക്ക് പ്രൊമോട്ടാകും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ സ്റ്റാൻഡേർഡും ഉണ്ട്, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡാണ്. കാര്യം ഈ എക്സാം അപ്പിയർ ചെയ്യുന്ന ഏതൊരു കുട്ടിയും ഇത്രയും മാർക്ക് വാങ്ങിയാൽ അയാൾ പാസ്സായി. നേരെ മറിച്ച് പേഴ്സണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി വിചാരിക്കുന്ന ഈ എക്സാമിന് എനിക്ക് 70% മാർക്ക് വേണം, അല്ലെ ഈ എക്സാമിന് എനിക്ക് 75% എബോവ് വാങ്ങിയാലേ എനിക്ക് നെക്സ്റ്റ് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ആ ഒരു രീതിയിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ ഇതിനെ എന്തെന്ന് പറയാം? പേഴ്സണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ട് വെക്കുന്ന ഒരു നോമിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്ന എക്സാം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 35% മാർക്ക് വാങ്ങി പാസ്സാവണമെന്നാണ്. ഒരു കുട്ടി ഇങ്ങനെ വിചാരിക്കുന്നു 70% മാർക്ക് വാങ്ങണം. എന്നിട്ട് ഈ കുട്ടി എക്സാം അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ ഈ സ്റ്റാൻഡേർഡിനോ ഈ ആക്ച്വലിനോ ഈ സ്റ്റാൻഡേർഡ് അയാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേഴ്സണൽ സ്റ്റാൻഡേർഡിനോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനോ എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഇയാൾ എക്സാം അപ്പിയർ ചെയ്യുകയും അയാൾ 65% മാർക്ക് വാങ്ങുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് എത്രയായിരുന്നു? 70%. അയാൾക്ക് കിട്ടിയത് എത്രയാണ്? 60%. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എന്നും ഇതിനെ നമ്മൾ ആക്ച്വൽ എന്നും പറയാം. അപ്പം ആക്ച്വലി ഇന്ന് നമ്മൾ ഈ എക്സാമ്പിൾ അനലൈസ് ചെയ്യുമ്പോൾ 70% എന്ന് പറയുന്നിടത്ത് നമുക്ക് എത്രയേ വന്നുള്ളൂ? 65% വന്നുള്ളൂ. അപ്പോൾ 5% എന്താണ്? കുറവാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ നമ്മൾ വേരിയൻസ് എന്നാണ് പറയുന്നത്. ഈ വേരിയൻസിനെ അനാലിസിസ് ചെയ്ത് അതിന് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും മാർക്ക് കുറഞ്ഞതെന്ന് നെക്സ്റ്റ് സെഷനിൽ അല്ലെ ഇനി ഫെർദർ വരുന്ന എക്സാംസിന് ഞാൻ എന്ത് പ്രിക്കോഷൻസാണ് എടുക്കേണ്ടുന്നത് എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, സ്റ്റാൻഡേർഡിനെ പറ്റി പറഞ്ഞപ്പോൾ. ഇനി ഇത് നമ്മൾ ബിസിനസ്സിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ എന്താണ് ഒരു ബിസിനസ്മാൻ ഉദ്ദേശിക്കുന്നത്? പ്രൈമായിട്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ഏൺ ചെയ്യുക ആണല്ലോ, ആർക്കും ഡൗട്ടില്ലല്ലോ. ഈ പ്രോഫിറ്റിന് വേണ്ടി അയാൾ എന്ത് മാർഗമായിരിക്കും സ്വീകരിക്കുന്നത്? സെയിൽസ് നടത്തുക, സെയിൽസോ സർവീസോ വാട്ടെവർ ഇറ്റ് ഈസ്. ഇപ്പോൾ മാനുഫാക്ചറേഴ്സാണ് കൂടുതലും കോസ്റ്റിങ്ങിൻ്റെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഇതിലാണ് ഇത് വരുന്നത് കൂടുതലും. അപ്പോൾ സെയിൽസ് കൂട്ടി നമുക്ക് പ്രോഫിറ്റ് കൂട്ടുക, ഇതാണ് ഉദ്ദേശം. അപ്പോൾ സെയിൽസിൽ നിന്നും എന്ത് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും? കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതിൽ ഡൗട്ടുണ്ടോ? സെയിൽസിൽ നിന്നും കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ കോസ്റ്റിനെ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ പഠിച്ചു. കോസ്റ്റ് 3 തരത്തിലുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, ഓവർഹെഡ് കോസ്റ്റ് ഉണ്ട്. ഈ ഓവർഹെഡിനെ തന്നെ
ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ഡിവൈഡ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഇതിലെന്തിലൊരു എഫക്റ്റ് വന്നാലും അത് ഏതിനെ ബാധിക്കും? പ്രോഫിറ്റിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ, ചെറിയൊരു ഫോം നമുക്ക് വിചാരിക്കാം. 5 lakhs സെയിൽസാണ് ഇവർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത്. മെറ്റീരിയൽ ഒരു 3 ലക്ഷം, ലേബർ ഒരു 1 ലക്ഷം, ഓവർ ഹെഡ് 50,000 വെച്ചിട്ട്. അപ്പോൾ എത്രയാണ്? 5 lakh സെയിൽസ്. സെയിൽസിൽ നിന്ന് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 3 പോയി 3, ദെൻ ലേബർ 1, ഓവർ ഹെഡ് 1, അപ്പം ടോട്ടൽ 4. അപ്പോൾ പ്രോഫിറ്റ് എത്രയായിരിക്കും? 1 lakh ആയിരിക്കും പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ വന്നിട്ട് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് 4 ആയാൽ എന്തിനെ ബാധിക്കും? പ്രോഫിറ്റിനെ ബാധിക്കും. ലേബർ എന്ന് പറയുന്നത് 50 ആയാൽ പ്രോഫിറ്റിനെ ബാധിക്കും. ഓവർ ഹെഡിൽ ചേഞ്ച് വന്നാലും പ്രോഫിറ്റിനെ ബാധിക്കും. സെയിൽസ് എന്ന് പറയുന്നത് 5 എന്നുള്ളിടത്ത് 6 ആയാലും പ്രോഫിറ്റിനെ ബാധിക്കും. ഈ പ്രോഫിറ്റിനെ ബാധിക്കുന്നത് മേ ബി നമുക്ക് ഫേവറബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിരിക്കും. അപ്പോൾ ഈ വരുന്ന ചേഞ്ചസ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഈ ആക്ച്വലിൽ വരുന്ന ഡിഫറൻസിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ആ വേരിയൻസിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ മാക്സിമം നമ്മുടെ കോസ്റ്റിനെ സ്റ്റാൻഡേർഡിൽ എത്തിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഈ ഡിഫറൻസ് നോക്കി അതിനെ അനാലിസിസ് ചെയ്യുകയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ മെറ്റീരിയൽ 5 രൂപയാകും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് സ്റ്റാൻഡേർഡ് ആണേ. ലേബർ 4 രൂപയാകും എന്നുദ്ദേശിച്ചു. ഓവർ ഹെഡ് 2 ആകുമെന്ന് ഉദ്ദേശിച്ചു. നമുക്ക് പ്രോഫിറ്റ് 2 വേണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ സെയിൽസ് എത്രയിന് നടത്തണം? 5, 4, 9, 10, 11, 12, 13 രൂപയ്ക്ക് സെയിൽസ് നമ്മൾ നടത്തണം. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡാണ്. ദെൻ ആക്ച്വൽ വന്നു. ആക്ച്വൽ വരുമ്പോൾ എന്ത് സംഭവിച്ചു? മെറ്റീരിയൽ എന്ന് പറയുന്നത് 6 ആയി, ലേബർ എന്ന് പറയുന്നത് 5 ആയി, ഓവർ ഹെഡ് 1 ആയുള്ളൂ, പ്രോഫിറ്റ് പിന്നെയും കുറഞ്ഞു. അപ്പോൾ എത്ര ഇതിൽ നമ്മൾ കൊടുക്കേണ്ടി വരും? സെയിൽസ് നടത്തേണ്ടി വരും. 6, 5, 11, 12, 13. 13 തന്നെ സെയിൽസ് ചെയ്യാം, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് ചേഞ്ച് ചെയ്തു. ഈ വേരിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടുന്നത്? നമ്മളുടെ 5 എന്ന മെറ്റീരിയൽ നമ്മൾ ഉദ്ദേശിച്ചത് 6 ആയി. അപ്പോൾ 1 എക്സ്ട്രാ ആയി. ഇത് നമുക്ക് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ കോസ്റ്റ് പോയി. അതിനെ നമ്മൾ അഡ്വേഴ്സ് എന്ന് പറയാം. അതിന് എ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലേബർ എന്ന് പറഞ്ഞാലും നമ്മൾ 4 ഉദ്ദേശിച്ചു 5 ആയി. അതിലും 1 ഡിഫറൻസ് വന്നു. അഡ്വേഴ്സ് ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കാതെ നമുക്ക് ദോഷമായി വരുന്ന ഒരു ഡിഫറൻസ് ആണ്. ഇതിൽ പക്ഷേ 2 നമ്മൾ ഉദ്ദേശിച്ചു. ഓവർ ഹെഡ് 2 എന്ന് പറഞ്ഞാൽ 1 ആയുള്ളൂ. അത് നമുക്ക് ഫേവറബിൾ ആണ്. അതിനെ എഫ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേരിയൻസ് എടുക്കുന്നത്. അപ്പോൾ വേരിയൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഏതൊക്കെ വേരിയൻസ് വരും? നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞത് കൂട്ട് മെറ്റീരിയൽ വേരിയൻസ് വരും, ലേബർ വേരിയൻസ് വരും, ഓവർഹെഡ് വേരിയൻസ് വരും. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ്, ദെൻ സെയിൽസ് വേരിയൻസ് വരും, പ്രോഫിറ്റ് വേരിയൻസ് വരും. ഇത് ഇത്രയാണ് മെയിൻലി നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് തിയറിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് സെഷൻസിൽ പ്രോബ്ലംസ് നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് എന്താണ്, ലേബർ വേരിയൻസ് എന്താണ്, ഓവർഹെഡ് വേരിയൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും.
അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് വിച്ച് യൂസസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ കോസ്റ്റ് ആൻഡ് റവന്യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ത്രൂ വേരിയൻസ് അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അതിനെ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്ത് ആ വേരിയൻസിനെ അനാലിസിസ് നടത്തിയിട്ട് കോസ്റ്റ് കൺട്രോൾ നടത്തുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് ഈസ് എ പ്രീഡിറ്റർമൈൻഡ് മെഷറബിൾ ക്വാണ്ടിറ്റി സെറ്റ് ഇൻ ഡിഫൈൻഡ് കണ്ടീഷൻസ് അഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ക്യാൻ ബി കമ്പയർഡ്. അതായത് സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ ആക്ച്വൽ സിറ്റുവേഷൻസിനെ കമ്പയർ ചെയ്യും. യൂഷ്വലി അതെന്തായിരിക്കും, ഒരു വർക്കായിരിക്കും, ഓപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ബേസിസ് ആണ്. എന്തിനാണ്, നമ്മുടെ പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസിയെ അസസ് ചെയ്യുന്നതിന്. ഫോർമൽ ബേസിസ് ഫോർ അസസിങ് പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി. ദെൻ സെക്കൻഡ് പോയിന്റ്, ടു കൺട്രോൾ കോസ്റ്റ് ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അതായത് കോസ്റ്റിനെ അനലൈസ് ചെയ്ത് അതിൽ കൺട്രോൾ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ അസിസ്റ്റ് ഇൻ സെറ്റിംഗ് ബഡ്ജറ്റ്സ്. ബഡ്ജറ്റ്സ് നമുക്കറിയാം പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ബഡ്ജറ്റ് എന്ന്. അതിൻ്റെ പ്രിപ്പറേഷന് അസിസ്റ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് for stock and work in progress valuations, profit planning, decision making, and as a basis of pricing where cost plus systems are used. അതായത് നമ്മൾ സ്റ്റോക്കിൻ്റെ അല്ലെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വാല്യുവേഷൻ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ദെൻ ഹെൽപ്സ് ഇൻ അസൈനിങ് റെസ്പോൺസിബിലിറ്റി ഫോർ നോൺ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അതായത് മെറ്റീരിയലിലാണോ സ്റ്റാൻഡേർഡിലെത്താത്തത്, ലേബറിലാണോ സ്റ്റാൻഡേർഡിലെത്താത്തത്, ഓവർഹെഡിലാണോ എത്താത്തത്, നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ സാധിക്കും. ദെൻ മോട്ടിവേറ്റ് സ്റ്റാഫ് ആൻഡ് ഗൈഡൻസ് ഫോർ ഇംപ്രൂവിങ് പെർഫോമൻസ്. സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ പെർഫോമൻസിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ബേസിസ് ഫോർ എസ്റ്റിമേറ്റിംഗ്. ദെൻ ഇതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് മാത്രമായിരുന്നു. നെക്സ്റ്റ് സെഷൻസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. താങ്ക് യു വെരി മച്ച്.